Hi everyone, welcome to Commerce World. Calicut University third semester MCom ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിത്തെ ആദ്യത്തെ കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇൻകം ടാക്സിന്റെ ബേസിക് എന്ന് പറയുന്നത്. സോ ഈ ഇൻകം ടാക്സിന്റെ ബേസിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ബികോമിയുടെ 5th സെമ്മിൽ പഠിച്ച ഒരു കാര്യമാണ് നമ്മൾക്ക് ഇൻകം ടാക്സിന്റെ ബേസിസിലുള്ളത്. സോ ഇതിൽ നമുക്ക് വരുന്നത് ഈ ഡയറക്ട് ടാക്സ് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ അസസ് ആരാണ്, അസസ്മെന്റ് ഇയർ എന്താണ്, ടാക്സ് ഇവേഷൻ എന്താണ്, ടാക്സ് പ്ലാനിങ് എന്താണ്, ടാക്സ് അവോയ്ഡൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് 2 മാർക്സിന് വരുന്നതാണ് ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെന്റ് എന്നുള്ള കാര്യമൊക്കെ. അതേപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നതാണ് CBT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്നുള്ളത്, അത് ഇതിൽ വരുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ്, അതായത് നമ്മുടെ ടോട്ടൽ ഇൻകം, റെസിഡന്റിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നോൺ റെസിഡന്റ് ആണെങ്കിൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഈ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങളുടെ ബികോമിൽ പഠിച്ച ഒരു സബ്ജക്ട് കൂടിയാണ്. പഠിച്ച കാര്യങ്ങൾ ഇത് സെയിം തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബികോമിന്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൽ ഉണ്ടാകും 5th സെം ബികോമിന്റെ ഇൻകം ടാക്സിന്റെ കാര്യം അതിലൊക്കെ ഉണ്ടാകും. ഓക്കെ, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അതിലില്ലാത്ത കാര്യങ്ങൾ ഇതിലുണ്ടാകുമല്ലോ. ഓക്കെ, സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് പ്ലേലിസ്റ്റിലോട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റിന്റെ ഒരു ഇൻകം സോഴ്സ് ആണ് ഈ ടാക്സ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ബേസിസിൽ നമ്മളുടെ ടാക്സസ് അതേപോലെ തന്നെ ലെവീസ് എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യുന്നത് ഗവൺമെന്റിലൂടെയാണ്. അതിൽ നമ്മൾക്ക് ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്, ഡയറക്ട് ടാക്സ് ഉണ്ട്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്ക് ഗവൺമെന്റിലോട്ട് നമ്മൾ പേ ചെയ്യുന്നതാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു പെന്ന് മേടിക്കുകയാണ്. പെന്ന് മേടിക്കുന്ന സമയത്ത് ആ പെന്നിന്റെ രൂപ 4 രൂപ എന്നാണെങ്കിൽ ആ 1 രൂപ എന്ന് പറയുന്നത് ടാക്സ് ആയിരിക്കും. പക്ഷെ അത് പേ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മൾ മേടിക്കുന്ന ബയേഴ്സ് ആയിരിക്കും അത് പേ ചെയ്യുന്നത്. അതാണ് ഇൻഡയറക്ട് ടാക്സ്. ദെൻ ഡയറക്ട് ടാക്സ് ആണെങ്കിലോ നമ്മളുടെ ലാൻഡിന്റെ ടാക്സ് അടയ്ക്കുക, അതേപോലെ തന്നെ നമ്മൾ നികുതിയൊക്കെ അടയ്ക്കില്ലേ, അതൊക്കെയാണ് നമ്മൾക്ക് ഡയറക്ട് ടാക്സ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇൻഡയറക്ട് ടാക്സും ഡയറക്ട് ടാക്സും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ ഇൻഡയറക്ട് ടാക്സസിനെയൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ടാണ്, ലൈക്ക് നമ്മുടെ സർവീസ് ടാക്സ്, അതേപോലെ തന്നെ വാല്യൂ ആഡഡ് ടാക്സ്, നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി, ഇതിനെയെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ടാണ് ജൂലൈ 1, 2017 നമ്മുടെ GST എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾക്ക് ബേസിക് ആയിട്ട് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇതിലെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ അതിന്റെ റെസിപ്റ്റ്സ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്താണ്, റവന്യൂ റെസിപ്റ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. സോ ഈ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുന്നത്, സോ നമ്മുടെ ഓരോ ഓർഗനൈസേഷനും നമ്മളുടെ ബിസിനസ്സിലുള്ളതിന്റെ ക്യാപിറ്റൽ ആസ് വെൽ എസ് റവന്യൂ എന്നുള്ളതിന്റെ ബേസിസിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത് നെസസറി ആണ്. ഓക്കെ, അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ നെറ്റ് ടാക്സബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റവന്യൂ എക്സ്പെൻസസ് മാത്രമായിരിക്കും നമ്മൾക്ക് അലൗഡ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, ഇൻകം ഓഫ് ദ SSC only the revenue expenses are allowed to be deducted out of the revenue receipt. റവന്യൂ റെസിപ്റ്റിന് മാത്രമായിരിക്കും നമ്മൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. നമ്മൾക്ക് വരുന്ന ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ ഹെഡ് ഓഫ് ഇൻകത്തിൽ, അതായത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ റവന്യൂവിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ ക്യാപിറ്റൽ ആസ് വെൽ എസ് റവന്യൂ എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ അതിന്റെ ഡിഫിക്കൽട്ടി, റിസ്ക് ഓഫ് ഡിഫിക്കൽട്ടി മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ ഈ ടാക്സ് നമ്മൾ കൊടുക്കുന്നതായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇൻകം ടാക്സിന്റെ ബേസിസിൽ നമ്മളുടെ ഇൻകം ടാക്സ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഗൈഡ് ലൈൻസ് ടു ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ ദം. അതായത് ക്യാപിറ്റൽ ആസ് വെൽ എസ് റവന്യൂ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട്, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻകം ടാക്സിന്റെ ഒരു പുതിയതായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പറയുന്നൊന്നുമില്ല. പക്ഷെ ഓരോ കമ്പനീസും അതിന് നെസസറി ആണ്, അത് ഡിവൈഡ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ട് വേണം ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഓരോ കമ്പനിയുടെ അക്കൗണ്ടിങ്ങിന്റെ ബേസിസിലും അതേപോലെ തന്നെ അവരവരുടെ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലായിരിക്കും ഓരോ കമ്പനീസിലെ റവന്യൂ ആസ് വെൽ എസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് വന്നിട്ട് റെസിപ്റ്റ്സ് ഇൻ ലംസം
ഓർ ഇൻ ഇൻസ്റ്റാൾമെന്റ്, അതായത് നമ്മൾക്ക് വരുന്ന റെസിപ്റ്റ്സും കാര്യങ്ങളെല്ലാം വന്നിട്ട് നമ്മൾ ലംസം ആയിട്ടാണോ മേടിക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന്റെ ബേസിസിലാണോ അത് നടക്കുന്നത് എന്നുള്ളതായിരിക്കണം നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ലൈക്ക് ഇപ്പൊ നമ്മൾ സാലറി കൊടുക്കുകയാണ്. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മന്ത്ലി കൊടുക്കുന്നതാണ്, ദാറ്റ് ഇസ് ലംസം എമൗണ്ട്. അതേ ബേസിസിൽ നമ്മളിപ്പോ വേജസ് ആണെങ്കിലോ അത് നമ്മൾ വീക്ക്ലിയോ അല്ലെങ്കിൽ ഡെയിലി അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. സോ അതിന്റെ ബേസിസിൽ വരുന്നതാണ് ആദ്യത്തെ. ദെൻ സോഴ്സസ് ഓഫ് റെസിപ്റ്റ്സ്. ഈ സോഴ്സസ് ഓഫ് റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ, അതായത് സോഴ്സസ് ഓഫ് റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് സോഴ്സസിലൂടെയാണ് അത് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ആദ്യമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി ആണെങ്കിൽ ആദ്യമായിട്ട് ആ എംപ്ലോയീസിന്, അതായത് ഫസ്റ്റ് മന്ത് സാലറി ആണ് ആ എംപ്ലോയീസിന് കൊടുക്കുന്നത് എന്നാണെങ്കിൽ, അതേപോലെ തന്നെ കമ്പനിയുടെയും ഫസ്റ്റ് മന്ത്സ് ആണ് ഒരു സാലറി എന്ന് പറയുമ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യണത് റവന്യൂ റെസിപ്റ്റ് എന്നുള്ള ബേസിസിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിപ്റ്റ്സ് എന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് അതായത് ചെറുതാണോ വലുതാണോ എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇതിനെ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ബേസിസ് ഓഫ് നേച്ചറിന്റെ ബേസിസിൽ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. വെദർ ഇറ്റ് ഇസ് ബിഗ് ഓർ സ്മോൾ എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു റെസിപ്റ്റ് വന്നിട്ട് 1000 റുപ്പീസിലാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് നമ്മൾ വെക്കുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ ബേസിസിൽ നമ്മുടെ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ 10,000 എന്നുള്ള ബേസിസിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടിന്റെ ബേസിസ്, അതായത് വെദർ ഇറ്റ് ഇസ് ബിഗ് ഓർ സ്മോൾ അതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മാഗ്നിറ്റ്യൂഡ് റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മളിവിടെ 10,000 റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിൽ നമ്മുടെ 10,000 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദെൻ നെയിം ഓഫ് റെസിപ്റ്റ്. നെയിം ഓഫ് റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതായത് പേയർ ഓർ റെസിപ്പിയന്റെ പേര് വന്നിട്ട് അവിടെ പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ ടൈം ഓഫ് റെസിപ്റ്റ്, അതായത് എപ്പോഴാണ് ആ ടൈം കൺസിഡറേഷൻ, എപ്പോഴാണ് ആ സമയം വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മന്ത്ലി സാലറി മേടിക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ എല്ലാ മന്തും ഫസ്റ്റ് തന്നെ കിട്ടുകയാണ് എന്നാണെങ്കിൽ അതാണ് ആ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്ര ലൈക്ക് 12 o'clock അല്ലെങ്കിൽ 1 o'clock എന്നുള്ളതിന്റെ ബേസിസിൽ റവന്യൂ റെസിപ്റ്റിൽ അതിൽ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാകും. അതാണ് ഈ ടൈം ഓഫ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും അതേപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് റവന്യൂ റെസിപ്റ്റ്സും ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. ഓക്കെ, ആദ്യം വരുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് പറയുമ്പോൾ കോമ്പൻസേഷൻ റിസീവ്ഡ് ഫോർ ദ ലോസ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്, അതായത് ഫ്യൂച്ചറിലോട്ട് വരുന്ന പ്രോഫിറ്റിൽ വരുന്ന ലോസിന്റെ ഒരു കോമ്പൻസേഷൻ ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ വരുന്നത്. സർപ്ലസ് റിയലൈസ്ഡ് ബൈ പാർട്ട്ണർ അപ്പോൺ ഓൺ സെയിൽസ് ഓഫ് റിയൽ പ്രോപ്പർട്ടീസ് റിസീവ്ഡ് ബൈ ദം കോൺസിക്വന്റ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, അതായത് ഒരു ഫേമിന്റെ ഡിസൊല്യൂഷൻ ആവുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിന്ന് കിട്ടുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിന്ന് റിസീവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സർപ്ലസ്, അതിനെയാണ് നമ്മളുടെ ഈ രണ്ടാമത്തതിൽ പറയുന്നത്. ഓക്കെ, രണ്ട് പാർട്ട്നേഴ്സിനും കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ദ റെയിൽവേ പാസഞ്ചർ, അതായത് ഓരോ റെയിൽവേ പാസഞ്ചേഴ്സിനും ഈവൻ അവരുടെ ഡെത്ത് ആയാലും അല്ലെങ്കിൽ പെർമനന്റ് ഡിസോൾവ്മെന്റ് ആക്സിഡന്റ് എന്നുള്ളതിന്റെ ബേസിസിൽ കിട്ടുന്ന കോമ്പൻസേഷൻ. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ടെക്നിക്കൽ know-how. Then compensation received by one partner of the partnership firm, another partner for giving up all his rights in the partnership. Then compensation received for the suspension of the export license in the suspensions എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ കിട്ടുന്നത്. ദെൻ റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിലോ, റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിൽ ലംസം റിസീവ്ഡ് ഇൻ കൺസിഡറേഷൻ ഓഫ് റിഡക്ഷൻ ഇൻ റെമ്യൂണറേഷൻ, ദെൻ അതേപോലെ തന്നെ കോമ്പൻസേഷൻ റിസീവ്ഡ് ഫോർ ദ premature termination of contract, then lump sum of royalty received in advance, then damages awarded by the court to a company for the breach of contract by another company, then pension whether received in lump sum on commutation or by way of the regular payment എന്നുള്ളതൊക്കെയാണ് നമുക്ക് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻസസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻസസ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, റെസിപ്റ്റ്സ് ആണ് നമുക്ക് ഇൻകം കിട്ടുന്നത്, എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പോകുന്നതാണല്ലോ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മൾ റെസിപ്റ്റ്സ് എങ്ങനെയാണോ നമ്മൾ ഡിസ്റ്റിങ്യൂസ് ചെയ്തത് ആസ് വെൽ ആസ് നമ്മൾക്ക് ഈ എക്സ്പെൻസസ് നമ്മൾ ഡിസ്റ്റിങ്യൂസ് ചെയ്യുന്നത് നെസസറിയാണ്. അതിന്റെ ബേസിസിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എക്സ്പെൻഡിച്ചർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് വന്നിട്ട് ഇതിന്റെ ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റിന്റെ ബേസിസിലായിരിക്കും. ഓരോ ഫിക്സഡ് അസറ്റ്സിന്റെ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്, അതിന് വന്ന എക്സ്പെൻഡിച്ചർ എന്താണ് എന്നുള്ളതിന്റെ ബേസിസിൽ. അതേപോലെ തന്നെ നമ്മളുടെ ഈ റീസെയിലബിൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ഒരു ഗുഡ്സിന് നമ്മൾക്ക് ചെലവായ തുക
എത്രയാണ്, അതേപോലെ തന്നെ അത് റീസെയിൽ ചെയ്ത സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടിയത് എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ക്യാപിറ്റൽ ലൈബിലിറ്റി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് കിട്ടിയേ അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് പോയേ എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം, അതിൽ വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ അതേപോലെ തന്നെ ഈ ഏർണിങ്സ് ഇൻക്രീസ് ആകുന്ന സമയത്ത് ഈ അസറ്റ്സിൽ വരുന്ന ചേഞ്ചസും അതേപോലെ തന്നെ നമുക്ക് ഈ മെയിൻ്റനൻസ് ചാർജസ് ഒക്കെ വരത്തില്ലേ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അത് അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, 2 പോയിന്റ്സ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ക്യാപിറ്റലും അതേപോലെ തന്നെ റവന്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ഷനും റീഫർണിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ കണക്ഷൻ വിത്ത് ദ ലിറ്റിഗേഷൻ റിലേറ്റിംഗ് ടു ദ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും. ദെൻ അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദ ഫിറ്റിംഗ് ന്യൂ വിൻഡോസ് ടു ദ ഫാക്ടറി ബിൽഡിംഗ്. ദെൻ അതേപോലെ തന്നെ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ എറക്ടിംഗ് ടെമ്പററി സ്ട്രക്ചേഴ്സ്. ദെൻ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ SSE വിത്ത് എ വ്യൂ ടു കീപ് ഹിസ് competitors out of his business field. Then the price paid for the purchase of copyrights and acquisition of goodwill. Then amount paid to acquire manufacturing techniques, drawings, then material specialization എന്നുള്ളതിലൊക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് റവന്യൂ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് ഒന്ന് വന്നിട്ട് പേയ്മെന്റ് മെയ്ഡ് ഫോർ ദ യൂസ് ഓഫ് ട്രേഡ് മാർക്സ് ആൻഡ് പേറ്റന്റ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ക്യാപിറ്റൽ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഫൈൻഡിംഗ് ഔട്ട് കസ്റ്റമേഴ്സ്. Then the amount of rebate to customers in accordance with the normal business practices. Then expenditure incurred for the rising loans such as stamps duty, registration fees, etc. Then any tax imposed by the local authority for the business. Then expenditure incurred on maintaining a office establishment എന്നുള്ളതൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് CBT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അപ്പെക്സ് ബോഡിയോ അല്ലെങ്കിൽ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഈ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ CBT തന്നെയായിരിക്കും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഒരു സുപ്രീം അതോറിറ്റി ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒരു പാർട്ടായിട്ടായിരിക്കും ഈ CBT വർക്ക് ചെയ്യുന്നത്. വേരിയസ് സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും CBTക്ക് ഉള്ളത്. അതേപോലെ തന്നെ ഈ ജുഡിസിക്കേഷൻ അതേപോലെ തന്നെ മറ്റുള്ള ഇഷ്യൂസ് ഓർഡേഴ്സ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ലോസ് ടാക്സ് ലോസ് പ്ലാനിങ് കാര്യങ്ങളെല്ലാം വന്നിട്ട് CBT ആയിരിക്കും ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഡെലിഗേഷനും അതേപോലെ തന്നെ ലെജിസ്ലേഷൻ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ റൂൾസും അതേപോലെ തന്നെ അതിന്റെ ലോസും കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും CBT തന്നെയാണ്. അതേപോലെ തന്നെ ഈ CBT എന്ന് പറയുമ്പോൾ ഒരു ചെയർമാനും അതേപോലെ തന്നെ 6 മെമ്പേഴ്സും ആയിരിക്കും ഇതിനുണ്ടാവുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫ്രെയിം ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ടാക്സസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിയാണ് നമ്മുടെ CBT എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ വരുന്ന കമ്പോണൻസ് ആണ് ഒന്ന് വന്നിട്ട് ഇൻകം ടാക്സ് ആക്ട് ആണ്. 1961 വന്ന ഇൻകം ടാക്സ് ആക്ട് ഇൻക്ലൂഡ് ആണ്. അതേപോലെ തന്നെ ഫിനാൻസ് ആക്ട് എല്ലാ ഇയറിലും പാസ് ചെയ്യുന്ന ഫിനാൻസ് ആക്ട് ഇൻക്ലൂഡ് ആണ്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് റൂൾ ആയിട്ടുള്ള 1962 ഫ്രെയിം ചെയ്തത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് തന്നെയാണ് ഫ്രം ടൈം ടു ടൈം. അതേപോലെ തന്നെ ജഡ്ജ്മെന്റ് ഓഫ് ദ കോർട്ട് ലോ, ദെൻ സർക്കുലേഴ്സ്, ഓർഡേഴ്സ്, നോട്ടിഫിക്കേഷൻസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതും നമ്മളുടെ കമ്പോണൻസിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഡെഫിനീഷൻസ് ആണ്. ഡെഫിനേഷൻസ് എന്ന് പറയുമ്പോൾ അതായത് പേഴ്സൺസ് ആരാണ്, ഇൻഡിവിജ്വൽ ആരാണ്, അസസി ആരാണ്, അസസ്മെന്റ് ഇയർ എന്താണ്, ഇൻകം പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം വരുന്നത് അഡ്വാൻസ് ടാക്സ് എന്നുള്ളതാണ്. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 നമ്മൾക്കുള്ളത്. ഈ ഓരോ സെക്ഷൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ സെക്ഷൻസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രം ആ സെക്ഷൻസ് എഴുതാനായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആ സെക്ഷൻസ് എഴുതാനായിട്ട് നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ മറ്റേ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാലും ആ സെക്ഷൻ തെറ്റാണെങ്കിൽ അവർ അങ്ങോട്ട് വെട്ടിവിടും. സോ നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രം സെക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഓക്കെ, സോ ആദ്യം വരുന്നതാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ടാക്സ് വന്നിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 നമ്മൾക്ക് വരുന്നത്. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് advance tax payable in accordance with the provisions of the chapter
17C എന്നുള്ളതിന്റെ ബേസിസിലാണ് അഡ്വാൻസ് ടാക്സ് വരുന്നത്. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ആണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1A ചാപ്റ്റർ 9ലാണ് നമുക്ക് എക്സ്പ്ലനേഷൻസ് വരുന്നത്. അതായത് ചാപ്റ്റർ 9 എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചാപ്റ്റർ തനിച്ചുണ്ട്. സോ അത് 9th ചാപ്റ്ററിലാണ് നമ്മൾക്ക് വരുന്നത് ഈ ബുക്കിൽ. ഓക്കെ, സോ അതാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഈ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഫുള്ളി എക്സംഷൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പേഴ്സൺസ്. പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരൊക്കെയാണ്? ഒന്ന് വന്നിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീങ്സ് ലൈക്ക് നമ്മുടെ ഫീമെയിൽ, മൈനർ, മേജർ എന്നുള്ളതൊക്കെയാണ് ഇൻഡിവിജ്വലിൽ വരുന്നത്. ദെൻ HUF ആണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത് അതിനൊരു മാനേജിംഗ് മെമ്പർ ഉണ്ടാവില്ലേ, ആ മാനേജിംഗ് മെമ്പറിന് പറയുന്ന എന്താ പേര് പറയാം നമ്മൾ മാനേജിംഗ് മെമ്പേഴ്സിന്? മാനേജിംഗ് മെമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് കർത്ത എന്നാണ് നമ്മളുടെ ആ മാനേജിംഗ് മെമ്പേഴ്സിനെ പറയുന്നത്. ഓക്കെ, ഈ കർത്തയായിരിക്കും ആ HUFയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അതാണ് HUF. ദെൻ കമ്പനി. കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, രജിസ്റ്റേർഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ആണ്. അതേപോലെ തന്നെ ഒരു കോമൺ സീൽ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് നമുക്ക് കമ്പനിയിൽ പറയുന്നത്. ദെൻ ഫേം. ഫേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി വിച്ച് കം ഇൻസ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് the results of partnership agreement between the person to share the profits of the business carried on by all or any of them എന്നുള്ളതാണ് ജസ്റ്റ് ഫേം എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് എന്താണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളത് അതായത് AOPയും POIയും ആണ്. AOP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് വിത്ത് എ കോമൺ പേർപ്പസ്. ഒരു കോമൺ പേർപ്പസിന് വേണ്ടിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതിന്റെ ബേസിസിലാണ് ഒരു ഫേമോ അല്ലെങ്കിൽ കമ്പനീസോ ഒരു ഇൻഡിവിജ്വലോ എന്നുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ AOP എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ BOI എന്നാണ്. BOI എന്ന് പറയുന്ന സമയത്ത് നോൺ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓൺലി നാച്ചുറൽ ഹ്യൂമൻ ബീങ്സിനെ മാത്രമായിരിക്കും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പബ്ലിക് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്പെഷ്യൽ ആക്ടിന്റെ ബേസിസിൽ വരുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ഒരാൾക്ക് പകരം ഇന്നൊരാളൊരു കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക, അതിന്റെ ലോന്റെ ബേസിസിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ SSC ആണ്. SSC എന്ന് പറയുമ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 7ലാണ് വരുന്നത് SSC എന്ന് പറയുന്നത്. ഓക്കെ, SSC എന്ന് പറയുന്നത് a person, any person by whom any tax or any other sum of money is payable under this act. അതായത് ഏതെങ്കിലും ഒരു പേഴ്സൺ ടാക്സ് പേ ചെയ്യാനായിട്ട് ലൈബിൾ ആണെങ്കിൽ ആ പേഴ്സണിന് നമ്മൾ പറയുന്ന പേരാണ് അസസ്സി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ വന്നിട്ട് മന്ത്ലി ടാക്സ് അല്ലെങ്കിൽ ഇയർലി നമ്മൾക്ക് ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്നെ പറയുന്ന പേരാണ് SSC എന്ന് പറയുന്നത്. ഓക്കെ, സോ SSC എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് വന്നിട്ട് എവറി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിംഗ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെന്റ് of his income or income of any other person in respect of which he is assembled, or every person in respect of whom any proceeding under the act have been. നെക്സ്റ്റ് വരുന്നതാണ് ഡീംഡ് SSC എന്ന് പറയുന്നത്. സോ ഡീംഡ് SSC എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഡിക്കേസ് പേഴ്സൺ ഹു ഡൈസ് ആഫ്റ്റർ റൈറ്റിംഗ് ഹിസ് വിൽ the executor of the property of deceased are deemed as SSC. അതായത് ഒരു പേഴ്സൺ മരിക്കുകയാണെങ്കിൽ അവരുടെ ഒരു രീതിയിലോട്ട് നമ്മൾ ഒരു പേഴ്സൺ ടാക്സ് പേ ചെയ്യുന്നതിനെയാണ് ഡീംഡ് SSC എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ദ ഡൈസ് interest without the writing his will, then also his eldest son or other legal heirs ആരെങ്കിലൊക്കെ ആയിരിക്കും ഇനി ഡീംഡ് SSC ആയിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിന്റെ ബേസിസിൽ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവർ മൈനർ ആയിരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഡീംഡ് SSC എന്നുള്ള ബേസിസിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് നോൺ റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് ഇത്ര ദിവസം ഉണ്ടാകണം, അതായത് 182 days എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. സോ അത് നമ്മൾ ഇനി പഠിക്കായിരിക്കും. അതിന്റെ ബേസിസിലും കൂടിയായിരിക്കണം ഈ നോൺ റെസിഡന്റ് എന്ന കേസസിൽ വരികയാണെങ്കിൽ. ഓക്കെ, റെസിഡന്റിന് മാത്രമായിരിക്കും നമ്മൾക്ക് ഈ ഡീംഡ് SSC എന്നുള്ളത് വർക്ക്ഔട്ട് ആവുള്ളൂ. ഓക്കെ, ദെൻ SSC ഇൻ ഡിഫോൾട്ട് ആണ്. SSC ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഇഫ് ദ പേഴ്സൺ
ഫെയിൽസ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് വന്നിട്ട് ഫുൾഫിൽ ചെയ്യാൻ ഫെയിൽ ആവുകയാണ് എന്നാണെങ്കിൽ, ലൈക്ക് നമ്മൾക്ക് പറയുന്ന സമയത്ത് 30 ഡേയ്സ് ഇരിക്കണം അല്ലെങ്കിൽ 365 ഡേയ്സ് ഉണ്ടാവണം എന്നുള്ള രീതിയിലോട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളിൽ ഫെയിൽ ആവുകയാണ് എന്നാണെങ്കിൽ ആ പേഴ്സൺ ആണ് നമ്മൾ SSC ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അതായത് ലൈക്ക് ടാക്സ് പേ ചെയ്യാത്ത പേഴ്സൺ എന്നുള്ള രീതിയിലോട്ട് നമ്മൾ പറയുക. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് SSC ഇൻ ഡിഫോൾട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഇൻ SSC. ദെൻ വരുന്നത് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 8 വരുന്നതാണ് SSC അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ടാക്സ് ലൈബിലിറ്റിന്റെ ബേസിസിൽ. ദെൻ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള ഇയറിനെയാണ്. ലൈക്ക് നമ്മുടെ 1st April 2024 ടു 31st March 2025 എന്നുള്ളതാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ആണെങ്കിലോ, പ്രീവിയസ് ഇയർ എന്നാണെങ്കിൽ 1st April 2023 ടു 31st March 2024 എന്നുള്ളതാണ് നമുക്ക് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അസസ്മെന്റ്, ദെൻ അസസ്മെന്റ് ഇയർ, ദെൻ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. സോ ഈ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻ ദ വേ ഓഫ് കാഷ്വൽ വേസിൽ കിട്ടുന്നതാണ്. ലൈക്ക് ലോട്ടറിയിൽ വിൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ കാർഡ് ഗെയിംസ്, ക്രോസ് വേർഡ് പസിൽസ് എന്നുള്ളതൊക്കെ. അതായത് ലോട്ടറിയിൽ വിൻ ചെയ്യണത്, അതേപോലെ തന്നെ ഈ ഗെയിംസിലൂടെ നമുക്ക് കിട്ടുന്നത്, ഗാംബ്ലിംഗ് എന്നുള്ളതൊക്കെ അതൊരു കാഷ്വൽ വേയിൽ കിട്ടുന്നതാണ്. നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ല, അതേപോലെ തന്നെ കിട്ടൂല എന്നുള്ള ഒരു ഉറപ്പുമില്ല. ദാറ്റ് ഇസ് ഇൻ ദ കാഷ്വൽ വേ. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ദ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.